നമസ്തേ, പ്രവാസി നെറ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴക്കൂട്ടത്ത് ആവേശത്തിരയിളക്കി ശോഭാ സുരേന്ദ്രൻ. വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിക്കെതിരായ മത്സരം ഈശ്വര നിശ്ചയമെന്ന് പ്രതികരണം. തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാക്കി NDA സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം. പാലക്കാട് E ശ്രീധരനും തൃശൂരിൽ സുരേഷ് ഗോപിയും മലമ്പുഴയിൽ C കൃഷ്ണകുമാറും പത്രിക നൽകി. മഞ്ചേശ്വരത്ത് വോട്ടർമാരുമായി നേരിട്ട് സംവദിച്ച് K സുരേന്ദ്രൻ. മുഖ്യമന്ത്രിക്കെതിരെ K സുധാകരൻ ധർമ്മടത്തേക്കില്ല. തീരുമാനം KPCC നേതൃത്വത്തെ അറിയിച്ചു. നിലവിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം. ജില്ലയിലെ എല്ലാ UDF സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും സുധാകരൻ. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പേ പത്രിക നൽകി C രഘുനാഥ്. മുഖ്യമന്ത്രിക്കും കാനം രാജേന്ദ്രനുമെതിരെ NSS. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് മാറ്റിയത് വിശ്വാസികളെ വിഡ്ഢികളാക്കാൻ. പിണറായിയുടേത് യെച്ചൂരിയുടേതിന് വിരുദ്ധമായ നിലപാടെന്നും NSS. ശബരിമല വിഷയത്തിൽ CPM PB നിലപാട് വ്യക്തമാക്കണമെന്ന് V മുരളീധരൻ. മനീതി സംഘത്തെയും അവിശ്വാസികളെയും ശബരിമലയിൽ കൊണ്ടുവന്നത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് K സുരേന്ദ്രൻ. വാളയാർ പെൺകുട്ടികളുടെ അമ്മ ധർമ്മടത്ത് മത്സരിക്കുന്നതിനെതിരെ സമരസമിതി. അമ്മയെ ചിലർ ഹൈജാക്ക് ചെയ്തത് ജോയിന്റ് കൺവീനർ ബാലമുരളി. BJP പിന്തുണ വേണ്ടെന്ന് പറഞ്ഞതിൽ ദുരൂഹത. UDFകാർ ഹൈജാക്ക് ചെയ്തെന്ന് വിമർശനം. മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ 3 പ്രതികളെ ഒഴിവാക്കിയ സർക്കാർ ഉത്തരവ് റദ്ദാക്കി. മുൻ ചീഫ് സെക്രട്ടറി ജോൺ മത്തായി അടക്കമുള്ളവർ വിചാരണ നേരിടണം. ഉത്തരവ് തൃശൂർ വിജിലൻസ് കോടതിയുടേത്. ബംഗാളിലെയും അസമിലെയും പ്രചരണത്തിന് നവോന്മേഷമേകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാറി മാറി ഭരിച്ച CPM-ഉം തൃണമൂലും ബംഗാളിലെ രാജ്യത്തെ പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റിയെന്ന് പ്രധാനമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. സൗദിയിൽ പ്രവാസികളുടെ വിരലടയാളം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 6 വയസ്സാക്കി ജവാസത്ത് ഉത്തരവിറക്കി. ഇക്കാമ ലഭ്യമാക്കുന്നതിനും യാത്രാനുമതിക്കും അപേക്ഷിക്കുന്നതിനും മുമ്പ് വിരലടയാളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാസികൾ ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. 6 വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രവാസി കുട്ടികളുടെ ബയോമെട്രിക് ഡാറ്റ രജിസ്റ്റർ ചെയ്യുന്നതിന് വിരലടയാളം നിർബന്ധമാക്കി ജവാസാത്ത് ഉത്തരവിറക്കി. ഇക്കാമ ലഭ്യമാക്കുന്നതിനും യാത്രാനുമതിക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് വിരലടയാളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാസികൾ ഉറപ്പുവരുത്തണം. അതിനായി 6 വയസ്സും അതിൽ കൂടുതലുമുള്ള കുട്ടികളുടെ വിരലടയാളം എത്രയും വേഗം രജിസ്റ്റർ ചെയ്യാൻ രാജ്യത്തെ എല്ലാ പ്രവാസികളോടും ജവാസാത്ത് അഭ്യർത്ഥിച്ചു. പുതിയ ഉത്തരവ് വരുന്നതുവരെ എല്ലാ പ്രവാസികൾക്കും അവരുടെ ആശ്രിതർക്കും വിരലടയാളം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രായപരിധി 15 വയസ്സായിരുന്നു. രാജ്യത്തെ എല്ലാ പ്രവാസികൾക്കും സന്ദർശകർക്കും തീർത്ഥാടകർക്കും ബയോമെട്രിക് വിരലടയാളം എന്നിവ രജിസ്റ്റർ ചെയ്യുന്നതും സൗദി അറേബ്യ നിർബന്ധമാക്കിയിട്ടുണ്ട്. എല്ലാ പ്രവാസി തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഇക്കാമ യാത്രാ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വിരലടയാളം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഹജ്ജ് വാർഷിക തീർത്ഥാടനം നടത്താൻ വിസ അപേക്ഷിക്കുന്നവർക്കും വിദേശ ഉംറ തീർത്ഥാടകർക്കും വിരലടയാളം രേഖപ്പെടുത്തുന്നത് നേരത്തെ തന്നെ നിർബന്ധമാക്കിയിരുന്നു. കനകലാൽ, ജനം, റിയാദ്. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 381 പുതിയ കൊറോണ കേസുകൾ സ്ഥിരീകരിച്ചു. 6 മരണങ്ങളും 240 രോഗമുക്തിയും ആരോഗ്യ മന്ത്രാലയം രേഖപ്പെടുത്തി. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 381 പുതിയ കൊറോണ കേസുകളും 6 മരണങ്ങളും 240 രോഗമുക്തിയും ആരോഗ്യ മന്ത്രാലയം രേഖപ്പെടുത്തി. ഇതോടെ രാജ്യത്ത് സ്ഥിരീകരിച്ച അണുബാധകളുടെ എണ്ണം 3,83,880 മരണങ്ങൾ 6,591 രോഗമുക്തി 3,73,601 ഉയർന്നു. നിലവിൽ 3,688 കേസുകൾ ചികിത്സയിലുള്ളതിൽ 564 രോഗികളുടെ നില ഗുരുതരാവസ്ഥയിലാണെന്നും മന്ത്രാലയം അറിയിച്ചു. ജനം, റിയാദ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രവാസികളുടെ പ്രതികരണമാണ് ഇനി. പ്രതീക്ഷകളും ആശങ്കകളും പ്രവാസികൾ പങ്കുവയ്ക്കുകയാണ് പ്രവാസി ശബ്ദത്തിലൂടെ. സൗദി അറേബ്യയിൽ നിന്ന് സനൂപ് പയ്യന്നൂരിന്റെ പ്രതികരണത്തിലേക്ക്. പ്രിയമുള്ളവരെ, ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ സൈന്യത്തെ കൈനീട്ടി സ്വീകരിച്ച അറബ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരു പ്രവാസി നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്.
ഈ ഒരു അഭിമാന നിമിഷത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളരികിലേക്ക് നിരവധി സ്ഥാനാർത്ഥികൾ കടന്നു വരുമ്പോൾ സ്വന്തം പ്രദേശത്ത് വികസനം കൊണ്ടുവരുവാൻ ദീർഘവീക്ഷണമുള്ള പൊതുപ്രവർത്തനായിരിക്കണം വിലയേറിയ വോട്ട് നൽകേണ്ടത്. എൻ്റെ നാടായ പയ്യന്നൂരുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പ്രവാസി പൊതുപ്രവർത്തനയിൽ നമ്മുടെ ചിരകാല അഭിലാഷമായിരുന്ന പുതിയ ബസ് സ്റ്റാൻഡ് സാക്ഷാത്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രവാസികളെയും കേരളീയരുടെയും വിജ്ഞാനം സ്വന്തം ദേശത്ത് ഉപയോഗപ്പെടുത്തും വിധം സ്ഥാപനങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രവാസി ശബ്ദത്തിന് നന്ദി. 63ാമത് ഗ്രാമി അവാർഡ് വേദിയിൽ നിറഞ്ഞു നിന്നത് വംശീയ ആക്രമണത്തിനെതിരെയുള്ള മുദ്രാവാക്യമാണ്. കഴിഞ്ഞ വർഷം പോലീസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജോർജ് ഫ്ലോയ്ഡിന്റെ സ്മരണ ഗ്രാമി അവാർഡ് വേദിയിൽ നിറഞ്ഞു നിന്നു. സിജി വൈലോപ്പള്ളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 63ാമത് ഗ്രാമി അവാർഡ് വേദിയിൽ നിറഞ്ഞു നിന്നത് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന മുദ്രാവാക്യം. അമേരിക്കൻ സംസ്ഥാനമായ മിനിയാപോളിസിൽ വ്യാജ കറൻസി കയ്യിൽ വെച്ചു എന്ന കുറ്റം ആരോപിച്ച് പോലീസ് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ആഫ്രിക്കൻ അമേരിക്കൻ വംശജൻ ജോർജ് ഫ്ലോയിഡിനോടുള്ള സ്നേഹവും ആദരവും കൊണ്ട് ഗ്രാമി പുരസ്കാരവേദി നിറഞ്ഞു നിന്നു. തന്റെ സംഗീത ജീവിതത്തിലെ 28ാമത് ഗ്രാമി അവാർഡ് സ്വന്തമാക്കിക്കൊണ്ട് ചരിത്ര നേട്ടത്തിന് അർഹയായ ഗായിക ബിയോൺസെ തന്റെ പുരസ്കാരത്തെ സമർപ്പിച്ചത് ജീവിതത്തിലുടനീളം തന്നെ പ്രചോദിപ്പിച്ച കറുത്ത രാജാക്കന്മാർക്കും രാജ്ഞിമാർക്കും വേണ്ടിയാണ്. ആഫ്രിക്കൻ അമേരിക്കൻ ചരിത്രത്തെയും സംസ്കാരത്തെയും ആത്മാഭിമാനത്തെയും കുറിച്ചെഴുതിയ ബിയോൺസെയുടെ ബ്ലാക്ക് പരേഡ് എന്ന ഗാനം പുരസ്കാര നിറവിൽ തിളങ്ങി. ഹേർസ് എന്ന ഗായികയുടെ ഐ കാൺ ബ്രീത്ത് എന്ന ഗാനമാണ് ഏറ്റവും മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം നേടിയത്. ജോർജ് ഫ്ലോയിഡ് മരിക്കുന്നതിനു മുമ്പ് ഏറ്റവും അവസാനമായി പറഞ്ഞ വാചകം ഐ കാൺ ബ്രീത്ത് എന്നായിരുന്നു. ലോകമെമ്പാടും സമരാഗ്നിയായി ആഞ്ഞടിച്ച എനിക്ക് ശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന വാചകം ആഫ്രിക്കൻ അമേരിക്കക്കാരോടുള്ള വർണ്ണവിവേചനത്തിന്റെ അടയാളമായി ലോകം രേഖപ്പെടുത്തി കഴിഞ്ഞു. ജോർജ് ഫ്ലോയിഡ് അനുഭവിച്ച തീവ്രവേദന തനിക്കുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നാണ് താൻ ആ ഗാനം രചിച്ചത് എന്നും ലോകം അതിനെ ഇത്രയും ആവേശത്തോടെ ഏറ്റെടുത്തതിൽ സന്തോഷിക്കുന്നുവെന്നും ഹേർട്സ് പുരസ്കാരവേദിയിൽ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ ആക്ടിവിസ്റ്റ് തമിക മല്ലോറി കറുത്തവരുടെ നീതി, സമത്വം, സ്വാതന്ത്ര്യം എന്നിവ ഉൾക്കൊള്ളുന്ന പുതിയൊരു ലോകം തങ്ങൾക്കായി തുറന്നു തരണമെന്ന് ആവശ്യപ്പെട്ടു. ജോർജ് ഫ്ലോയിഡിന്റെ കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ നീതിയില്ലെങ്കിൽ സമാധാനമില്ല എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ കഴിഞ്ഞയാഴ്ച മിനിയാപോളിസിലെ തെരുവുകളിൽ പ്രകടനം നടത്തിയിരുന്നു. കേസിന് വിധി പറയുന്നതിന് മുമ്പ് തന്നെ മിനിയാപോളിസ് ഭരണകൂടം ഏകദേശം 196 കോടി രൂപ ഫ്ലോയിഡിന്റെ കുടുംബത്തിന് നൽകിക്കൊണ്ട് സിവിൽ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ഫ്ലോയിഡിനെ കൊലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ 3ാം ഡിഗ്രി കൊലപാതകം, 2ാം ഡിഗ്രി നരഹത്യ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. രാജ്യത്തിനെ കളങ്കമേൽപ്പിച്ച വംശീയ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകിയ ഈ കൊലപാതകത്തിന്റെ നീതി നിർവഹണത്തിൽ പിഴവ് വരരുതെന്നും ഇത്തരത്തിൽ ഇനി മറ്റൊരു സംഭവം ഉണ്ടാകരുതെന്നുമാണ് അമേരിക്കൻ ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്. ഈ സന്ദേശം തന്നെയാണ് ഗ്രാമി അവാർഡ് വേദിയിലും കലാകാരന്മാർ ഉയർത്തിക്കാട്ടിയത്. ജനൻ ടിവിക്ക് വേണ്ടി നോർത്ത് കേരളയിൽ നിന്നും സിജി വൈലോപ്പിള്ളി. കൊറോണ വൈറസിന്റെ ബ്രസീലിയൻ വകഭേദം അമേരിക്കയിൽ പടർന്നു പിടിക്കുന്നു. അരിസോണയിൽ നിന്നും അനുപമ ശ്രീജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി. ആരോഗ്യരംഗത്ത് ആശങ്കയുണർത്തി കൊറോണ വൈറസിന്റെ മറ്റൊരു വകഭേദം കൂടി അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ പടരുന്നു. ബ്രസീലിൽ ആദ്യമായി കണ്ടെത്തിയ P1 എന്ന വൈറസാണ് അമേരിക്കയുടെ കാലിഫോർണിയ, മാസച്യൂസെറ്റ്സ് എന്നീ സംസ്ഥാനങ്ങളിലും കണ്ടെത്തിയത്. കൂടുതൽ സംസ്ഥാനങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്ന ഈ സമയത്ത് കോവിഡിന്റെ കൂടുതൽ പകർച്ചശേഷിയുള്ള വൈറസുകൾ ആരോഗ്യരംഗത്തെ വീണ്ടും പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയാണ് അമേരിക്കയിലെ ആരോഗ്യ വിദഗ്ധർ മുന്നോട്ടുവെക്കുന്നത്. ഇതിനിടെ പല സംസ്ഥാനങ്ങളിലും സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അനുമതി ലഭ്യമായി കഴിഞ്ഞു. എന്നാൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ 12 മുതൽ 17 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കിടയിൽ കൊറോണ വ്യാപനം കൂടുതലാകുന്നു എന്ന് കണക്കുകൾ കാണിക്കുന്നു. ഇത് കൂടുതൽ ആശങ്ക ജനിപ്പിക്കുകയാണ് എന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനോടകം 11.8% വരുന്ന അമേരിക്കൻ ജനതയ്ക്ക് വാക്സിനേഷൻ പൂർണ്ണമായും ലഭ്യമായി കഴിഞ്ഞു എന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും കൂടുതൽ ആളുകളിലേക്ക് വാക്സിനേഷൻ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതും ആശ്വാസജനകമാണ്. മൊഡേണ കമ്പനിയുടെ കുട്ടികൾക്കായുള്ള വാക്സിനേഷന്റെ പരീക്ഷണങ്ങളും വളരെയധികം പ്രത്യാശയോടെയാണ് ആരോഗ്യ വിദഗ്ധർ നോക്കിക്കാണുന്നത്. ജനം അമേരിക്കയ്ക്ക് വേണ്ടി അരിസോണയിൽ നിന്നും അനുപമ ശ്രീജേഷ്. ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ
ലോൺ ദി ഖുറാൻ ഗ്ലോബൽ കോൺഫറൻസ് മാർച്ച് 20-ന് ഓൺലൈൻ വഴി സംഘടിപ്പിക്കും. കോൺഫറൻസ് MM അക്ബർ ഉദ്ഘാടനം ചെയ്യും. ഷൈഖ് സ്വാലിക് ബിൻ നാസിർ അൽ ഖത്താഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. പോർക്കളം ഉണർന്നു. കഴക്കൂട്ടത്തെ ഇളക്കിമറിച്ച് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണം. അമ്മമാരുൾപ്പെടെ ആയിരക്കണക്കിന് പേർ ശരണവിളിയോടെയാണ് ശോഭാ സുരേന്ദ്രനെ സ്വീകരിച്ചത്. മണ്ഡലത്തിലുടനീളം റോഡ് ഷോ നടത്തിയാണ് ആദ്യ ദിവസം ശോഭാ സുരേന്ദ്രൻ പ്രചരണം നടത്തിയത്. വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിക്കെതിരായ മത്സരം ഈശ്വര നിശ്ചയമെന്ന് ശോഭ പറഞ്ഞു. ശരണമന്ത്രങ്ങളും പുഷ്പവൃഷ്ടിയുമായി ആയിരക്കണക്കിന് അമ്മമാർ കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ സ്വീകരിച്ചു. കാര്യവട്ടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിക്കെതിരായ മത്സരം ഈശ്വര നിശ്ചയമാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വിശ്വാസികളെ ചതിക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും നീക്കമെന്നും ശോഭ വ്യക്തമാക്കി. ഈ വിശ്വാസികൾക്കെതിരായി കടന്നാക്രമണം നടത്താനുള്ള വേദിയാക്കി ഉപയോഗിച്ചതിൻ്റെ ഉൾക്കരുത്തുമായിട്ടാണ് LDFന്റെ സ്ഥാനാർത്ഥി ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ആ കൊടുത്ത അവകാശത്തെ കഴക്കൂട്ടത്തെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചെടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിയോഗിതയായി ഞാൻ കരുതുന്നു. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ ഒരു വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിനായിരിക്കും ഒരുപക്ഷെ ഈ ഈശ്വര നിശ്ചയം എന്നാണ് ഞാൻ കരുതുന്നത്. ശബരിമലയ്ക്ക് പുറമെ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റോഡ് ഷോയോട് കൂടിയാണ് മണ്ഡലത്തിലെ ആദ്യ ദിവസം ശോഭ പ്രചരണം നടത്തിയത്. ശബരിമല സമരനായികയായ BJP-യുടെ തീപ്പൊരി നേതാവെത്തിയതോടെ കഴക്കൂട്ടത്തെ BJP ക്യാമ്പും ആവേശത്തിലാണ്. കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണനും ശോഭാ സുരേന്ദ്രനെ സ്വീകരിക്കാൻ കഴക്കൂട്ടത്ത് എത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം. പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ തള്ളി. മറ്റു മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ധർമ്മടത്ത് മത്സരിക്കാത്തത് എന്നാണ് സുധാകരന്റെ ന്യായം. K. സുധാകരന് പകരം പരിഗണിക്കപ്പെട്ട C. രഘുനാഥ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് പത്രിക നൽകി. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് ധർമ്മടത്ത് മത്സരിക്കാനില്ലെന്ന് K. സുധാകരൻ വ്യക്തമാക്കിയത്. KPCC-യുടെയും ഹൈക്കമാൻഡിന്റെയും ആവശ്യം തള്ളിക്കൊണ്ടാണ് സുധാകരന്റെ ഈ തീരുമാനം. എന്നാൽ കണ്ണൂർ ജില്ലയിൽ UDF മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സജീവമാകേണ്ടതുണ്ടെന്നും താൻ ധർമ്മടത്ത് മത്സരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ പൊതു താല്പര്യത്തിന് ഗുണകരമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നേതൃത്വത്തിന്റെ തീരുമാനത്തെ ധിക്കരിക്കുന്ന വിഷയമില്ല. നേതൃത്വത്തിന്റെ തീരുമാനത്തെ മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്തും നന്ദി പറഞ്ഞുകൊണ്ടുമാണ് എന്നെ ഈ മത്സര രംഗത്ത് നിന്ന് മാറ്റിത്തരണം, ഒഴിവാക്കി തരണം എന്ന് KPCC നേതൃത്വത്തോടും ഹൈക്കമാൻഡോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം K. സുധാകരന് പകരം ധർമ്മടത്ത് പേരുയർന്ന C. രഘുനാഥ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പാണ് പത്രിക സമർപ്പിച്ചത്. അതേസമയം ധർമ്മടത്ത് മത്സരിക്കുകയും വൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്താൽ തനിക്ക് രാഷ്ട്രീയമായി അത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സുധാകരൻ പിന്മാറിയതെന്നാണ് സൂചന. ജനം, കണ്ണൂർ. ശബരിമല തന്നെയായിരിക്കും പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമെന്ന് തൃശൂർ നിയോജക മണ്ഡലം BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ശബരിമല സംബന്ധിച്ച് പാർലമെന്റിൽ നിയമനിർമ്മാണത്തിനായി തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നുണ്ട്. തൃശൂർ ഇത്തവണ വിജയം സമ്മാനിക്കുമെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സുരേഷ് ഗോപി പറഞ്ഞു. BJP പ്രവർത്തകരിലും വോട്ടർമാരിലും ആവേശമുയർത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം. ഹെലികോപ്റ്ററിൽ തൃശൂരിലെത്തിയ അദ്ദേഹം ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ ശബരിമല വിഷയം തന്നെയാകും ഇത്തവണയും ചർച്ചാ വിഷയമെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സമരം മാത്രമല്ല ഞങ്ങളുടെ വഴി. ഞങ്ങൾ അതിന് പൂർണ്ണമായ പാർലമെന്റിൽ അതിനുള്ള ലെജിസ്ലേഷൻ കൊണ്ടുവരും. അതിനുള്ള നീക്കങ്ങൾ സത്യപാൽ സിംഗും സുബ്രഹ്മണ്യം സ്വാമിയും തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായും വിശ്വാസികളുടെ കയ്യിൽ വരും. വൃത്തികെട്ട രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ക്ഷേത്രങ്ങൾ നിലനിൽക്കില്ല. തൃശൂരുകാർ വിജയം സമ്മാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂര് തരും, എടുക്കണ്ട, തരും. വിജയസാധ്യതയും നോക്കിയല്ല ഞാൻ വന്നിരിക്കുന്നത്, മത്സരിക്കാൻ വന്നിരിക്കുന്നു. വിജയം നിങ്ങൾ സമ്മാനിക്കുന്ന ഒരു അനുഗ്രഹീതമായ മുഹൂർത്തം ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട്, ലൂർദ് മാതാവിനോട്, അതുപോലെ തന്നെ വടക്കുന്നാഥൻ, തിരുവമ്പാടി കണ്ണൻ, പാറമേക്കാവിലമ്മ, എല്ലാ ഈശ്വരന്മാരോടും പ്രാർത്ഥിക്കുന്നു. BJP വിജയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. വിവിധ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ വോട്ട് വർധനവിനൊപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റവും BJPയുടെ പ്രതീക്ഷ ഉയർത്തുന്നുണ്ട്. സുരേഷ് ഗോപി മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടാമതെത്താൻ BJPക്ക് കഴിഞ്ഞിരുന്നു. താരപരിവേഷവും തൃശൂർ കേന്ദ്രീകരിച്ച് നടത്തിയ സേവന പ്രവർത്തനങ്ങളും ഗുണമാകുമെന്നാണ് BJP കരുതുന്നത്. ജനം, തൃശൂർ. മനീതി സംഘത്തെയും അവിശ്വാസികളെയും ശബരിമലയിൽ കൊണ്ടുവന്നത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ശബരിമല തകർക്കാനായിരുന്നു CPMന്റെയും സർക്കാരിന്റെയും ലക്ഷ്യമെന്നും ഈ പാപക്കറയിൽ നിന്നും അവർക്ക് മോചനമില്ലെന്നും K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം സംസ്ഥാനത്ത് കള്ളവോട്ട് നടന്നിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇരട്ട വോട്ടും കള്ളവോട്ടും നടന്നുവെന്ന് BJP ആരോപിച്ചപ്പോൾ മൗനം പാലിച്ചവരാണ് കോൺഗ്രസുകാരെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമല തകർക്കുകയായിരുന്നു CPMന്റെ ലക്ഷ്യം. ഇതിനാണ് കടകംപള്ളി സുരേന്ദ്രൻ അവിശ്വാസികളെയും മനീതി സംഘത്തെയും ശബരിമലയിൽ എത്തിച്ചതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ശബരിമലയിലുള്ളത് ഇരട്ടത്താപ്പാണ് CPMന്റേത്. അവര് ശബരിമല തകർക്കാനാണ് ശ്രമിച്ചത്. മനീതി സംഘത്തെയും അവിശ്വാസികളെയും കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ കൊണ്ടുപോയത്. ആ പാപക്കറയിൽ നിന്ന് കടകംപള്ളിക്കോ പിണറായി വിജയനോ മോചനമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി മഞ്ചേശ്വരത്തെത്തിയ K. സുരേന്ദ്രന് പൈവളിക ഹൈസ്കൂളിൽ പ്രവർത്തകർ സ്വീകരണം നൽകി. റോഡ് ഷോകളും ബൈക്ക് റാലികളും ഒഴിവാക്കി ആളുകളെ നേരിൽ കണ്ട വോട്ടുറപ്പിക്കുകയാണ് ലക്ഷ്യം. ഒപ്പം വിവിധ സംഘടനാ നേതാക്കളുമായും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തും. നാളെ ഉച്ചയ്ക്കാവും പത്രികാ സമർപ്പണം. ജനം, കാസർഗോഡ്. ശബരിമലയിൽ പോലീസ് കാവലിൽ ഇനിയും ആചാരലംഘനം നടത്തുമോ എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ശബരിമല വിഷയത്തിൽ CPM PB നിലപാട് വ്യക്തമാക്കണം. ശബരിമല സമരകാലത്ത് ഒന്നും ചെയ്യാതിരുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിഷയം ഉന്നയിക്കുന്നത് ജനങ്ങളുടെ ഓർമ്മശക്തി പരിശോധിക്കുന്നതിന് തുല്യമെന്നും V. മുരളീധരൻ ഡൽഹിയിൽ പ്രതികരിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവനയെക്കുറിച്ച് എന്തു പറയുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോൻ്റെ നിലപാടെന്താ? ഒരു പോളിറ്റ് ബ്യൂറോ അംഗം ഒരു നിലപാടെടുക്കുന്നു, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വേറൊരു നിലപാടെടുക്കുന്നു, ദേവസ്വം വകുപ്പ് മന്ത്രി മറ്റൊരു നിലപാടെടുക്കുന്നു. ഇതിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നുള്ളത് അറിയണം എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കത്തിൽ മനസ്സിലാക്കിയാൽ ഈ സുപ്രീം കോടതിയുടെ അന്തിമ വിധി യുവതീ പ്രവേശനത്തിന് അനുകൂലമായാൽ ഇനിയും പോലീസ് കാവലിൽ ആചാര ലംഘനം നടത്തും എന്നുള്ളതാണ് പിണറായി ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യം വ്യക്തമായിട്ട് പറയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രവാസി നേരം പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദ പരിപാടിയുമായി മായ ബാലഗോപാൽ ചേരും. നമസ്തേ.